ഹായ് നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ എനർജി ലവ് ബ്ലിസ് കോൺഷ്യസ്നെസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു ഐഡിയയെക്കുറിച്ചാണ്. എന്താണെന്നല്ലേ? മാറ്റം. അതെപ്പോഴും തുടങ്ങുന്നത് ഒരാളിൽ നിന്നാണ് എന്നതിനെപ്പറ്റി. ഈ ഒരു ചിന്ത നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒന്നാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ? ഓക്കെ, അപ്പോൾ നേരെ നമ്മുടെ കഥയിലേക്ക് കടക്കാം, അല്ലേ? നമ്മുടെ ഈ യാത്ര തുടങ്ങുന്നത് കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുന്ന ഒരു കണ്ടുപിടുത്തത്തിൽ നിന്നാണ്. പക്ഷെ നിങ്ങളെ വിശ്വസിക്കില്ല, ഈ ഒരു ചെറിയ സംഭവം പിന്നീട് ലോകത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു വലിയ തരംഗത്തിന് തുടക്കമിട്ടു. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ കഥ നടക്കുന്നത് ജപ്പാനിലെ ഒരു ഭംഗിയുള്ള ദ്വീപിലാണ്. അവിടെ കുറേ കുരങ്ങന്മാർ വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. അവരുടെ മെയിൻ ഹോബി അല്ലെങ്കിൽ ഏറ്റവും വലിയ ഇഷ്ടമെന്താണെന്ന് വെച്ചാൽ മധുരക്കിഴങ്ങ് കഴിക്കുന്നതായിരുന്നു. മണ്ണീന്ന് കിട്ടുന്ന ആ മധുരക്കിഴങ്ങ് അവർക്ക് ജീവനായിരുന്നു. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ കിഴങ്ങിൽ മുഴുവൻ മണ്ണും മണലുമായിരുന്നു. ഒന്നാലോചിച്ച് നോക്കിയേ, നമ്മൾ എന്തെങ്കിലും കഴിക്കുമ്പോൾ മണ്ണ് കടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ആർക്കും ഇഷ്ടപ്പെടില്ലല്ലോ, അല്ലേ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ കൂട്ടത്തിലെ ഒരു കുട്ടിക്കുരങ്ങൻ, ഒരു മിടുക്കി, ഒരു കിടിലൻ ഐഡിയ കണ്ടുപിടിച്ചത്. അവൾ എന്തു ചെയ്തു? ആ മണ്ണ് പിടിച്ച കിഴങ്ങെടുത്ത് നേരെ അടുത്തുള്ള കടൽവെള്ളത്തിലൊന്ന് കഴുകി. സംഭവിച്ചത് ഒരു അത്ഭുതം തന്നെയായിരുന്നു. മണ്ണ് പോയി, കിഴങ്ങ് ക്ലീനായി. അതുമാത്രമല്ല, ആ ഉപ്പുവെള്ളം കിഴങ്ങിനൊരു പ്രത്യേക ടേസ്റ്റും കൊടുത്തു. ഇതൊരു ബ്രില്യൻ്റ് ഐഡിയ ആയിരുന്നില്ലേ? ഈ പുതിയ ടെക്നിക്ക് അവള് വെറുതെ വെച്ചില്ല. നേരെ അമ്മയ്ക്കും കൂട്ടുകാർക്കുമൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. പിന്നെ സംഭവിച്ചത് ഒരു ചെയിൻ റിയാക്ഷനാണ്. ആദ്യം കുറച്ചുപേർ തുടങ്ങി, പിന്നെ അത് കൂടുതൽ പേരിലേക്കെത്തി. അങ്ങനെ പതിയെ പതിയെ ആ ദ്വീപിലെ കുരങ്ങന്മാർക്കിടയിൽ ഈ പുതിയ ശീലം ഒരു ട്രെൻഡായി മാറി. ഇനി ഇവിടെയാണ് നമ്മുടെ കഥ ശരിക്കും ഒരു ട്വിസ്റ്റ് എടുക്കുന്നത്. നമ്മൾ കേൾക്കാൻ പോകുന്നത് 100ാമത്തെ കുരങ്ങൻ എന്ന് പറയുന്ന ഒരു അത്ഭുത പ്രതിഭാസത്തെക്കുറിച്ചാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. അങ്ങനെ ഓരോരുത്തരായി ഈ പുതിയ വിദ്യ പഠിച്ചുകൊണ്ടേയിരുന്നു. എണ്ണം കൂടിക്കൂടി വന്നു. 98ആയി, 99ആയി. ഒടുവിൽ ആ ഒരു ക്രിട്ടിക്കൽ പോയിന്റിലേക്ക്, ആ ഒരു മാന്ത്രിക സംഖ്യയിലേക്ക് അവരെത്തി. ആ നമ്പർ 100 ആയിരുന്നു. എപ്പോഴാണോ ആ ദ്വീപിലെ 100ാമത്തെ കുരങ്ങൻ ഈ വിദ്യ പഠിച്ചത്, ആ ഒരൊറ്റ നിമിഷം ആ സ്പോട്ടില് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സംഭവം നടന്നു. അവിശ്വസനീയം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അവിശ്വസനീയം. എന്താണെന്നോ? ആ ദ്വീപുമായി യാതൊരു ബന്ധവുമില്ലാത്ത കിലോമീറ്ററുകൾ ദൂരെയുള്ള മറ്റ് ദ്വീപുകളിലെ കുരങ്ങന്മാർ, അവരും അതേ നിമിഷം മുതൽ കിഴങ്ങ് കഴുകി കഴിക്കാൻ തുടങ്ങി. ആലോചിച്ചു നോക്കൂ, അവരെ ആരും പഠിപ്പിച്ചതല്ല. ഒരു പുതിയ ബോധം, ഒരു കോൺഷ്യസ്നസ് അവിടെ പിറവിയെടുക്കുകയായിരുന്നു. അപ്പോൾ എന്താണിവിടെ സംഭവിച്ചത്? ഇതൊരു വെറും കഥയാണോ, അതോ ഇതിന് പിന്നിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? നമുക്ക് ഈ കാണാൻ പറ്റാത്ത കണക്ഷനെക്കുറിച്ച് കുറച്ചുകൂടി ഡീപ്പായിട്ട് നോക്കാം. ശാസ്ത്രജ്ഞർ ഇതിനൊരു പേര് കൊടുത്തിട്ടുണ്ട്: കളക്റ്റീവ് കോൺഷ്യസ്നസ്, അല്ലെങ്കിൽ സാമൂഹിക ബോധം. ഇതിന്റെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും, ഞാനും നിങ്ങളും എല്ലാവരും കാണാൻ പറ്റാത്ത ഒരു നൂലുകൊണ്ട് കണക്റ്റഡാണ്. ഒരാളുടെ ചിന്ത, ഒരാളുടെ പ്രവൃത്തി, അത് വെള്ളത്തിലൊരു കല്ലിടുമ്പോഴുണ്ടാകുന്ന ഓളങ്ങൾ പോലെ മറ്റുള്ളവരിലേക്കും പടർന്നു പിടിക്കും. അതാണ് സംഭവം. ശരിക്കും നമ്മളെല്ലാവരും അദൃശ്യമായൊരു നൂലിനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വാക്കിന് എന്തുമാത്രം പവറുണ്ടെന്ന് നോക്കൂ. ഇതിന്റെ അർത്ഥം സിമ്പിളാണ്. നമ്മൾ ആരും ഒറ്റയ്ക്കല്ല. നിങ്ങളിലൊരു നല്ല മാറ്റം വന്നാൽ ആ ഒരു പോസിറ്റീവ് വൈബ് ആ നൂലിലൂടെ മറ്റുള്ളവരിലേക്കും എത്തും. ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ കഥയെല്ലാം കേട്ടു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമിതാണ്: ഈ കഥ നമ്മൾ ഓരോരുത്തരോടും എന്താണ് പറയുന്നത്? ഈ ഒരു വലിയ മാറ്റത്തിന്റെ ഭാഗമാകാൻ നിങ്ങൾക്കെന്തു ചെയ്യാൻ പറ്റും? നിങ്ങളുടെ റോൾ എന്താണ്? അപ്പോൾ ഈ കുരങ്ങന്മാരുടെ കഥയിൽ നിന്ന് നിങ്ങൾക്കെന്താണ് മനസ്സിലായത്? എന്താണ് ഇതിന്റെ ടേക്ക് അവേ? നമ്മുടെ ജീവിതത്തിൽ ഇതിൽ നിന്ന് എന്ത് പാഠമാണ് ഉൾക്കൊള്ളാനുള്ളത്? ഇതിലെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സത്യം എന്താണെന്നോ? ലോകം നന്നാവാനായി നമ്മൾ മറ്റുള്ളവരൊക്കെ മാറാൻ വേണ്ടി കാത്തിരിക്കേണ്ട ഒരു കാര്യമില്ല. മാറ്റം തുടങ്ങേണ്ടത് എപ്പോഴും നമ്മളിൽ നിന്നാണ്, നിങ്ങളിൽ നിന്നാണ്. നിങ്ങൾ സ്വയം മാറുമ്പോൾ, നിങ്ങൾ ആ 100ാമത്തെ കുരങ്ങനായി മാറുമ്പോൾ, ആ മാറ്റത്തിന്റെ വൈബ്രേഷൻസ് അത് നിങ്ങളറിയാതെ തന്നെ നിങ്ങൾ ചുറ്റുമുള്ളവരിലേക്ക് പടരും. അത് തീർച്ചയാണ്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ നമുക്കെപ്പോഴും ഓർത്തുവെക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളും എന്നാൽ പവർഫുള്ളുമായിട്ടുള്ള ഒരു മെസ്സേജുണ്ട്. ആ സന്ദേശം ഇതാണ്: നിങ്ങൾ മാറൂ, ലോകം മാറും. അത്രയുള്ളൂ. നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ സ്നേഹം കൊണ്ടും കരുണ കൊണ്ടും കുറച്ചുകൂടി നല്ല മനുഷ്യരാവുമ്പോൾ നമ്മൾ ശരിക്കും മനുഷ്യരാശിയുടെ മൊത്തത്തിലുള്ള കോൺഷ്യസ്നെസ്സിനെയാണ് ഉയർത്തുന്നത്. അതുകൊണ്ട് ഓർക്കുക, നിങ്ങളുടെ മാറ്റം അത് ലോകത്തിന്റെ തന്നെ മാറ്റമാണ്. ഇത്രയും നേരം ഇത് കേട്ടിരുന്നതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വീണ്ടും കാണാം. നമസ്കാരം.